പാലാ നഗരസഭയുടെ 11-ാം വാർഡ് ചെത്തിമറ്റത്ത് അരനൂറ്റാണ്ടിലേറെയായി ഉപയോഗിച്ചു വന്ന നടപ്പുവഴി അടച്ചതായി പരാതി. അംഗൻവാടിയിലെ കുട്ടികൾ എത്തുന്ന വഴിയാണ് അടച്ചത്. നടപ്പുവഴിയോട് ചേർന്നുള്ള സ്ഥലത്തിന്റെ ഉടമ വലിയ കോൺക്രീറ്റ് കട്ട നിരത്തി യാത്ര തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ വാർഡിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വഴിയാണിത്. ആ വഴി അടച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരാനും പോകാനും പിന്നെ വെള്ളം പൊങ്ങുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ വഴി ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ പ്രയോജനമാണ്. വഴിയോട്ട് കയറാനും പെട്ടെന്ന് പോകാനും ഒക്കെ. മറ്റേ ഇങ്ങനെ കറങ്ങി തിരിച്ച് വരണം. അപ്പോൾ അവിടുന്ന് കുട്ടികൾ ഒത്തിരി പേര് വരുന്നുണ്ട് ആ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇത് 17 വർഷമായി ഇവിടെ കെട്ടിടം നമ്മൾ ഈ പുതിയ കെട്ടിടം വെച്ചിട്ട് 17 വർഷമായി. അപ്പോൾ അങ്ങോട്ട് നമ്മൾ അതിലെയാണ് വരുന്നതും പോകുന്നതും എല്ലാം. അപ്പോൾ വഴി അതിന് മുമ്പ് നമ്മൾക്ക് ഗോചറിൻ്റെ വീട്ടിലേക്ക് കയറി പോണ വഴിയില്ലേ, അങ്ങോട്ട് സൈഡിലോട്ട് കുറച്ച് വഴി, അത് നമ്മൾ വയറ്റി മേടിച്ച വഴിയാണ്. അംഗൻവാടിക്ക് വേണ്ടി തന്നെ മേടിച്ച വഴി. അപ്പോൾ അന്ന് നമുക്ക് ആ കൂടെ നമ്മളന്ന് മേടിച്ചായിരുന്നെങ്കിൽ അന്ന് ഈ വഴി വന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ മുനിസിപ്പാലിറ്റി വഴി നമുക്ക് ശരിയാക്കി തന്നു, അംഗൻവാടി ഉള്ളതുകൊണ്ട്. പ്രദേശത്ത് മുൻപ് മില്ല് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തോട് ചേർന്ന വഴിയാണ് അടച്ചത്. ജനങ്ങളെ ഒട്ടാകെ ദ്രോഹിക്കുന്ന നടപടിയിൽ പ്രതിഷേധം ശക്തമായി. പ്രദേശവാസികളും അംഗൻവാടിയിൽ എത്തുന്നവരുമെല്ലാം ഉപയോഗിച്ചിരുന്ന വഴി അപ്രതീക്ഷിതമായി അടച്ചത് വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വഴി അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങേര് അത് JCB കൊണ്ട് തട്ടിയിട്ടതാണ്. അപ്പം ഞങ്ങൾ ആരും ഇപ്പം അതിൽ നടക്കരുത്, അതിന് വേണ്ടിയിട്ടൊരു മുന്നോടിയായിട്ടാണ് ഈ കല്ലിട്ടേക്കുന്നത്. കല്ലിട്ടിട്ട് അങ്ങേരിങ്ങ് വന്നില്ല. എന്നാ അങ്ങേരുടെ പരിപാടി എന്നാ പ്ലാനെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വഴി വേണമെങ്കിൽ കാശ് കൊടുത്ത് വഴി മേടിക്കാനാണ് പറഞ്ഞത്. ഈ വഴി എത്ര വർഷം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു? അത് ഞാനൊക്കെ ഇവിടെ വന്നിട്ട് 10 രൂപയല്ലേ ഉള്ളൂ. അതിന് മുന്നേ തലമുറ നടന്നുകൊണ്ടിരുന്ന വഴിയാണ്. പക്ഷേ ആൾക്കാരുടെ എണ്ണം കൂടിയത് ഇപ്പോഴാണ്. അതിന് മുന്നേയും വഴിയുണ്ടായിരുന്നു. 50 വർഷമൊക്കെ മുന്നേ ഉള്ള വഴിയാണ്. പക്ഷേ അന്നത്തെ ആളാണ് ഇന്നത്തെ ആൾ. ജനസംഖ്യ വരികയില്ലേ, അപ്പോൾ ആൾക്കാർ നടക്കുന്നതും കൂടി. അംഗനവാടി ഇവിടെയുണ്ട്. പിള്ളേരെയും കൊണ്ടൊക്കെ അതിലേ വരുന്നുണ്ട്. അവർക്കിപ്പം ഇങ്ങനെ വഴി അടയ്ക്കുവാണെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിലേക്ക് ഇറങ്ങി വന്ന് അംഗനവാടി വിടും എന്നുള്ളത് നമുക്കറിയത്തില്ല. ഞങ്ങളൊക്കെ ഇവിടുന്ന് റോഡിലേക്കൊന്ന് കയറാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു ശകലം നടക്കാനുള്ള വഴി തന്നാൽ മതി. അല്ലാതെ ഞങ്ങൾ കൂടുതലായിട്ട് വണ്ടി പോകണമെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾക്കൊന്ന് റോഡിലേക്കൊന്ന് കയറണം, അത്രേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യം. പാലാ നഗരസഭാ കൗൺസിലർ ഷാജു തുരുത്തനും വാർഡ് കൗൺസിലർ ബിന്ദു മനുവും അടക്കമുള്ളവർ സ്ഥലത്തെത്തി. പ്രദേശവാസികൾക്ക് യാത്രാ സൗകര്യം നിഷേധിക്കുന്ന നടപടി അംഗീകരിക്കില്ലെന്നും യാത്രാ തടസ്സം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു.